ഹലോ ഗൈസ്, നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് ചെമ്മീനച്ചാർ സെറ്റ് ചെയ്യാൻ വെച്ചു. ഇതാണ് ചെമ്മീൻ. ഇതോടെ കുക്ക് ചെയ്തിരിക്കുന്നതാണ്. ലാസ്റ്റ് ടൈം ഷോപ്പിങ്ങിനപ്പോൾ കണ്ടപ്പോൾ വാങ്ങിച്ചു. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ചെമ്മീൻ, ചെറിയ ചെമ്മീൻ, ആ ചെമ്മീൻ. പിന്നെ നമുക്കൊരു ബ്രാഹ്മൺസിൻ്റെ അച്ചാർ പൊടിയുണ്ട്, മഞ്ഞപ്പൊടിയുണ്ട്, മുളക് പൊടിയുണ്ട്, വെളിച്ചെണ്ണയുണ്ട്, വെളിച്ചെണ്ണ ഓയിലുണ്ടോ, പിന്നെ ഗാർലിക്, ജിഞ്ചർ, ഗ്രീൻ ചില്ലി, കരിവേപ്പില. പിന്നെ നമുക്ക് കടുക് വേണം, വിനാഗിരി വേണം, ഉലുവ വേണം. അപ്പോൾ ഞാൻ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒന്ന് സെറ്റ് ചെയ്യട്ടെ. എന്നിട്ട് വേണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷ്രിമ്പിൽ മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പിട്ട് ദിവസം തിരുമായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് ഓയിലിൽ വറുത്തെടുക്കണം. അപ്പോൾ വറക്കാനുള്ള പരിപാടി വേണം. നമ്മൾ ഈ ഷ്രിമ്പ് ഇപ്പോൾ ഒന്ന് സെറ്റ് ആയിട്ട് ഒരുപാട് വറക്കരുത്, നമ്മൾ കറക്റ്റാണ്. അപ്പോൾ നമ്മൾ കോരാൻ പോകും. നമ്മുടെ അടുത്ത ബാച്ചിലാണ്. അപ്പോൾ അടുത്ത ബാച്ചിൽ നമ്മൾ അപ്പോൾ പാനൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇനി കുറച്ച് കടുക് തട്ടാം. കടുക് കൂട്ടാൻ കടുക് ഒന്ന് പൊട്ടിയ സമയത്ത് ഓൾമോസ്റ്റ് പൊട്ടി സെറ്റായി കുറച്ച് ഉലുവ. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ ഈ അരിഞ്ഞ സാധനം മൊത്തം കൂടെ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചിയും എല്ലാം കൂടെ ഇത് നൈസാണ്. ഓൾമോസ്റ്റ് വഴണ്ടുന്നുണ്ട്. അപ്പം കുറച്ച് കരിവേപ്പില കൊടുക്കാം. ഇനി കുറച്ച് അച്ചാറോടെ അങ്ങ് പോട്ടെ. അച്ചാറോടെ നല്ലോണം വഴറ്റി സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. കുറച്ച് വിനാഗിരി അങ്ങ് പോട്ടെ. വിനാഗിരി ഒഴിച്ച് നല്ലോണം ഒന്ന് കുറുക്കി സെറ്റ് ചെയ്തെടുക്കാം. കുറച്ച് സാൾട്ട് ഇട്ട് ടേസ്റ്റ് തിളച്ചൊന്ന് സെറ്റ് ആവട്ടെ. അതിൻ്റെ മേളിൽ എണ്ണ തെളിക്കണം. അപ്പോഴാണ് ഇത് സെറ്റ് ആകുമ്പോൾ മനസ്സിലാവും. കുറച്ച് ചെമ്മീൻ ഫ്ലേവർ കുറച്ചുണ്ട്. അപ്പോൾ ഉണക്കിലേക്ക് വേണമെങ്കിൽ വാങ്ങാൻ പൊടിക്കാതെ ചെയ്യാം. സെറ്റോ പിന്നെ കുറച്ച് ശർക്കരയും കൂടെ ആണെങ്കിൽ കുറച്ചുകൂടെ നൈസ് ആയിട്ട് നമ്മൾ പുളി അങ്ങനെ കമ്പനി വരുമ്പോൾ ഫ്ലേവർ ഉണ്ട്. അത് നൈസ് ആയിരിക്കും. നല്ല കുഴപ്പമില്ല. ഇനിയിപ്പോൾ തണുത്ത് ചെയ്യുമ്പോൾ കുട്ടിയിലേക്ക് ആക്കി വെച്ച് കഴിഞ്ഞാൽ പരിപാടി സെറ്റ്. അപ്പോൾ